എന്തോ ഒരു ഭാരം തന്നിൽ നിന്ന് മാറിയപ്പോ അവളൊന്ന് ദീർഘശ്വാസം എടുത്തു. ഇടവമാസത്തിലെ തണുത്തു പെയ്യുന്ന മഴയുള്ള രാത്രിയിലും ഉറങ്ങാതെ കണ്ണു തുറന്നു കിടക്കുന്ന ഒരാൾ അവൾ മാത്രമായിരിക്കും. ദുർഗ. തന്നിൽ നിന്നും സംതൃപ്തി ലഭിച്ച തന്റെ ഭർത്താവിനെ അവളൊന്ന് നോക്കി. അയാൾ അപ്പോഴേക്കും മയങ്ങിക്കഴിഞ്ഞിരുന്നു. സമയം അപ്പോഴേക്കും 12 മണി. പുറത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് മരവിച്ച് വേദനിക്കുന്ന കാലുമായി മുടന്തി മുടന്തി ജനാലക്കരികിലേക്ക് പോയി നിന്നു. ആ മഴയിൽ ഒരു തണുത്ത കാറ്റ് മുഖത്തെ കടിച്ചു. ആ നിമിഷം കട്ടിലിൽ കിടന്നുറങ്ങുന്ന തന്റെ ഭർത്താവിനെ അവൾ നോക്കി. ഉറങ്ങുകയാണ് അയാൾ. ഉറങ്ങട്ടെ. എന്റെ ഇന്നത്തെ ജോലി മുഴുവൻ കഴിഞ്ഞല്ലോ. പകൽ മുഴുവൻ വേലക്കാരിയും രാത്രിയാകുമ്പോൾ വേശ്യയുമാകുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് ഭാര്യ. അവൾ സ്വയം മനസ്സിലാലോചിച്ചു. മഴത്തുള്ളികൾ ഓരോന്നായി അവളുടെ മുഖത്തേക്ക് തെറിച്ചു വീഴുമ്പോൾ അവളുടെ ചുണ്ടിലെ ഉണങ്ങാത്ത മുറിവിനെ അത് തലോടുന്നുണ്ടായിരുന്നു. അതവളുടെ കണ്ണുനീരിനെ ആരും കാണാതെ കഴുകിക്കളയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ആ മഴയുടെ തണുപ്പിൽ അവളുടെ ഉള്ളിൽ കത്തിയെരിയുന്ന അഗ്നിയെ ഒന്ന് ശാന്തമാക്കാനായി നോക്കി. കഴിയുന്നില്ല. കാരണം അവളുടെ പേര് ദുർഗ എന്നാണ്. ആ തീ ഒരിക്കലും അണയില്ല. അവൾ തിരികെ വന്ന് ബെഡിൽ കിടന്നു. മൂക്കുമൊട്ടെ കുടിച്ച് കള്ളിന്റെ മണവും വായിൽ തിരികെ കയറ്റി വെച്ചിരിക്കുന്ന പാൻ മസാലയുടെ മണവും അവളുടെ മൂക്കിലേക്ക് അടിച്ചു. ഓക്കാനം വന്നവൾ ബാത്റൂമിലേക്ക് ഓടി. രവി പലപ്പോഴും അങ്ങനെയാണ്. രാത്രി അയാൾ കിടപ്പറയിൽ വരുന്നതിന് മുമ്പ് മൂക്കറ്റം കുടിക്കും. അതിന്റെ വീര്യം കൂട്ടാൻ വേണ്ടി കുറച്ച് പാൻ മസാല കൂടി ചുണ്ടിൽ തിരികെ കയറ്റും. പലപ്പോഴും അവൾ പറഞ്ഞതാണ്, രവിയേട്ടാ, മറ്റൊന്നും ഞാൻ സഹിക്കാം. രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ? നീ എന്നെ ഉപദേശിക്കാറായോടി എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ കിഴിക്കുമ്പോ കണ്ണിൽ നിന്നും പൊന്നീച്ച് പറക്കുന്നതല്ലാതെ അയാളിൽ മറ്റൊരു മാറ്റവും കണ്ടില്ല. ഛർദിച്ച് അവശയായി കട്ടിൽ വന്ന് കിടക്കുമ്പോ സമയം ഏകദേശം 2 മണിയായി. കൃത്യം 5 മണി വരെ ഉറങ്ങാനേ അനുവാദമുള്ളൂ. അത് കഴിഞ്ഞാൽ രാത്രി 10 മണി വരെയും പിടിപ്പത് പണിയാണ്. അവൾ കട്ടിൽ കിടന്ന് ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചു. തലയണ എടുത്ത് തലചായ്ച്ച് അവിടെ തന്നെ കിടന്നു. നല്ല ക്ഷീണമുണ്ട്. അവൾ കണ്ണടച്ചതും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പെട്ടെന്നെന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്നതും അവൾ കാണുന്നത് മുടി അഴിച്ചിട്ടൊരു കുടം വെള്ളവുമായി നിൽക്കുന്ന മന്ദാകിനിയാണ്. അതായിരുന്നു ദുർഗയുടെ അമ്മായിയമ്മ. അവളുടെ കണ്ണുകൾ ഭയത്തോടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിനെ നോക്കി. സമയം 7 മണിയായിരിക്കുന്നു. ക്ലോക്കിൽ നോക്കി അവൾ ദയനീയ ഭാവത്തോടെ മന്ദാകിനിയെ ഒന്ന് നോക്കിയതും ഒരു കുടം വെള്ളം അപ്പോഴേക്കും അവളുടെ തലയിലേക്ക് വീണിരുന്നു. എഴുന്നേക്കടി, നിന്റെ തള്ള പഠിപ്പിച്ചു വിട്ടതാണോ ഉച്ചവരെ കിടന്നുറങ്ങിയ പിന്നെ ഇവിടുത്തെ പണിയൊന്നും എടുക്കണ്ടെന്ന്? അവർ അവളെ പച്ചയ്ക്ക് ചീത്ത പറയുമ്പോഴും അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ചെവിയിൽ വെള്ളം കയറി അടഞ്ഞു പോയിരുന്നു. അവൾ കിടക്കയിലേക്ക് നോക്കി. അയാൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് ജോലി സ്ഥലത്തേക്ക് പോയിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിനൊരാശ്വാസം. ഇനി 3 ദിവസത്തേക്ക് മനസ്സമാധാനമായി ഒന്ന് ഉറങ്ങിയെങ്കിലും ചെയ്യാം. നനഞ്ഞ ബെഡ്ഷീറ്റും തലയണയും ആദ്യം മുറ്റത്തെ അശയിൽ ഉണക്കാനിട്ടു. ഇന്നലെ നിലത്ത് കിടന്നത് നന്നായി. അല്ലെങ്കിൽ ബെഡ് മുഴുവൻ ഇന്ന് കഴുകിയിടേണ്ടി വന്നേനെ എന്നാലോചിച്ചവൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ മന്ദാകിനി ഒരു ചട്ടിയിൽ നിറയെ മീനുമായിട്ട് ദുർഗയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് വൃത്തിയാക്കി വെക്ക്, ഞാൻ വന്നിട്ട് കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടവൾ പൂമുഖത്തെ ചാരു കസേരയിൽ കാല് പൊക്കി വെച്ച് അങ്ങനെ ഇരുന്നു. കയ്യിൽ ഒരു പത്രവുമുണ്ട്. അതേസമയമായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുകുട്ടി മാളു മന്ദാകിനിയുടെ പറമ്പിൽ വീണ ഒരു പഴുത്ത മാങ്ങ കണ്ടതും അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ അത് വന്നെടുത്തു. മന്ദാകിനി അത് കണ്ടതും പിശാശിന്റെ ജന്മങ്ങൾ എന്ന് പറഞ്ഞ് മുറ്റത്ത് കിടന്ന ചെമ്പരത്തിയുടെ കമ്പൊടിച്ചു കൊണ്ടുചെന്ന് കുഞ്ഞിന്റെ കാലിൽ ഒരു പെരുക്ക് കൊടുത്തു. അടി കൊണ്ടതും അവൾ നിലത്ത് വീണ് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. മുറ്റത്ത് കിടന്ന് നിലവിളിക്കുന്ന മാളുവിന്റെ ശബ്ദം കേട്ടതും ദുർഗ വാതിലിന്റെ അരികിലെ ജനാലയിൽ കൂടി ഒന്ന് പുറത്തേക്ക് നോക്കുന്നത്. അവൾ നിലത്ത് കിടന്ന് കരയുകയായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ കുഞ്ഞു മാമ്പഴം ഒരു ദയയുമില്ലാതെ ആർത്തിയോടെ കടിച്ചു പറിച്ചു തിന്നുന്ന മന്ദാകിനിയെ കണ്ടപ്പോ ദുർഗയുടെ മനസ്സ് തന്നെ മരവിച്ചുപോയി. മുറ്റത്തോട്ട് ഇറങ്ങിച്ചെന്ന് മാളുവിനെ ഒന്ന് വാരിയെടുക്കണമെന്നും ചേർത്ത് പിടിക്കണമെന്നും അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഉമ്മറത്തെ വാതിൽ വരെ ഉണ്ടായിരുന്നുള്ളൂ ദുർഗയുടെ സ്ഥാനം. ദേഹം നിറയെ മണ്ണുമായി ഏങ്ങി നിലവിളിച്ച് കരഞ്ഞു പോകുന്ന 8 വയസ്സുകാരി മാളുവിനെ കണ്ടപ്പോ ദുർഗയുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം അപ്പോഴേക്കും 10 മണിയായി. മന്ദാകിനി അടുക്കള വശത്തേക്ക് വരാൻ സമയമായിരിക്കുന്നു. ദുർഗ ചെയ്യുന്ന ജോലിയിൽ ഒന്നുകൂടി വേഗത കൂട്ടി. അല്ലെങ്കിൽ അതിനായിരിക്കും ഇനി പുകില്. പിറുപിറുത്തുകൊണ്ട് മന്ദാകിനി അടുക്കളയിലേക്ക് വരുമ്പോ ദുർഗയുടെ നെഞ്ചിലെത്തി ആളെ കത്തുന്നുണ്ടായിരുന്നു. എന്താടി, കഴിഞ്ഞില്ലേ? ദുർഗ അവളൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. മന്ദാകിനി ചട്ടിയിലെ ഓരോ മീനുകളും എടുത്തു നോക്കി. അതിൽ നിന്നും പൂർണ്ണമായി വൃത്തിയാക്കാത്തൊരു മീനെടുത്തു. അവൾ അത് എടുക്കുന്ന കണ്ട സമയത്ത് തന്നെ ദുർഗ പേടിച്ചു വിരണ്ടു. അവളൊരു പതുങ്ങിയ ശബ്ദത്തോടി പറഞ്ഞു, അത് കഴുകിയിട്ടില്ല. കേട്ട സമയം തന്നെ മാറ്റിവെച്ചിരുന്ന മീൻവെള്ളം എടുത്ത് ദുർഗയുടെ ദേഹത്തോട്ട് എടുത്തൊഴിച്ചു. ഇതാണോടി നീ എല്ലാ ദിവസവും എനിക്ക് കഴിക്കാൻ തരുന്നേ?
ശേഷം ആ പാത്രമെടുത്ത് ദുർഗയുടെ ദേഹത്തോട്ട് എറിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയി. വറ്റിയ കണ്ണുനീർ വീണ്ടും വീണ്ടും തുള്ളി തുള്ളിയായി വീണു. അവൾക്ക് വേറെ ഒരു നിവർത്തിയില്ല എന്ന് കണ്ടപ്പോ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. അമ്മ, എനിക്കിവിടെ പറ്റുന്നില്ലമ്മ എന്നൊക്കെ പറയുമ്പോഴും രണ്ട് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നതല്ലാതെ മറിച്ചൊരു അഭിപ്രായം പറഞ്ഞില്ല. മുന്തിയ തറവാട്ടിൽ നിന്ന് മോൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടിയപ്പോ ഒന്നും നോക്കാതെ കയ്യിൽ പണം മുഴുവൻ എടുത്ത് സ്വന്തം മകളെ അവർക്ക് കെട്ടിച്ചു കൊടുത്തു. ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്നാൽ നഷ്ടപ്പെടാൻ പോകുന്ന അഭിമാനം, നാട്ടുകാരുടെ ചോദ്യങ്ങൾ, ഇതെല്ലാം ഭയന്നാവാം അമ്മ തന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാത്തതെന്ന് അവൾക്ക് തോന്നി. ചോറും മീൻകറിയും മറ്റു കറികളും എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോ അവളൊന്ന് കുളിക്കാനായി കുളിമുറിയിലേക്ക് നടന്നു. മീൻവെള്ളം വീണ് നടന്നു പോകുന്ന വഴിയിലും നാറുന്നുണ്ട്. പുറത്തെ കുളിമുറിയിലേക്ക് കയറാൻ പോയതും അതേ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഒരു കുറ്റിച്ചൂലും ഒരു ബക്കറ്റ് വെള്ളവുമായി മന്ദാകിനി. ആ തൊഴുത്ത് കഴിയിട്ട് ആഴ്ചകളായി, അതൊന്ന് വേഗം കഴിയിട്ടേറെ. അവൾ ചൂലും ബക്കറ്റും അവിടെ ഇട്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി. ദുർഗ ചൂലുമായി തൊഴുത്തിലേക്ക് കയറുമ്പോ അവൾ മൂക്ക് പൊത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. തൊഴുത്തിൽ ആകെ 2 പശുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കുഞ്ഞു കിടാവിനെ അഴിച്ച് ഒരു കവുങ്ങിൽ കൊണ്ടുപോയി കെട്ടി. ഇനിയുള്ളത് ഒരു തള്ളപ്പശുവാണ്. അവൾ മന്ദാകിനിയെ പോലെ തന്നെ പ്രവൃത്തിയും എപ്പോ വേണമെങ്കിലും ചവിട്ടാം തൊഴിക്കാം. അവളോട് മാത്രം അടുക്കുമ്പോൾ ദുർഗ അല്പം സൂക്ഷിച്ചു. കറവക്കാരനെ പോലും ഒരാഴ്ച ഹോസ്പിറ്റലിലെ ബെഡിൽ കിടത്തിയവളാണ് ഈ തള്ളപ്പശു. അവൾ അതിന്റെ കെട്ടഴിക്കുന്നതിന് മുമ്പ് അതിനു മുന്നിൽ പോയി നിന്ന് ഒന്ന് തൊഴുതു പറഞ്ഞു, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ചവിട്ടും തൊഴി ഞാൻ കൊണ്ടു കിടക്കുക. ഇനി നിന്റെയും കൂടെ എനിക്ക് കൊള്ളാൻ വയ്യ. ദയവ് ചെയ്ത് ഉപദ്രവമൊന്നും കാട്ടാതെ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞവൾ പശുവിന്റെ കെട്ടഴിച്ച് അലിവോടെ വിളിക്കുമ്പോ അനുസരണയുടെ അത് കേട്ട് അവളോടൊപ്പം പശു ഇറങ്ങിച്ചെന്നു. ചിലപ്പോൾ ചില ഇരുകാലികളെക്കാൾ ബോധമുണ്ട് ഈ തൊഴുത്തിലെ നാൽക്കാലികൾക്ക്. അവൾ ആ തൊഴുത്ത് വൃത്തിയാക്കി പുറത്തേക്കിറങ്ങിയപ്പോ നടുവനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മന്ദാകിനി ആ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടോ എന്നവൾ നോക്കി. ചുമ്മാ നിൽക്കുന്നത് കണ്ടാൽ അവർ എന്തേലും പണിയുമായിട്ട് വരും. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി തോർത്തു കൊടുത്തുകൊണ്ടവൾ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിന്റെ മൂലയിൽ തല ചേർത്ത് വെച്ചവൾ ഒന്ന് പൊട്ടിക്കരഞ്ഞു. ശേഷം അവൾ തന്റെ പഴയ കാലം ഒരു നിമിഷം ഓർത്തു. അപ്പോഴും ശരീരത്ത് വന്ന് തട്ടിയ പാത്രത്തിന്റെ വാക്കുകൊണ്ട് മുറിവ് നീറുന്നുണ്ടായിരുന്നു. അവളുടെ 12ാമത്തെ വയസ്സിലായിരുന്നു അമ്മയും അച്ഛനും ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്. അമ്മയും അച്ഛനും രണ്ടുപേരും 2 സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നവർ. രണ്ടുപേരുടെയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയ 2 പേർ. അതായിരുന്നു ദുർഗയുടെ അമ്മയും അച്ഛനും. ബോർഡിങ്ങിൽ പഠിക്കുമ്പോഴും തന്റെ ഉറ്റ ചങ്ങാതി നീരജയായിരുന്നു. അവളോടൊപ്പമാണ് ദുർഗ ബാല്യവും കൗമാരം ആസ്വദിച്ചത്. അന്നൊരു ഡിസംബർ മാസമായിരുന്നു. തണുപ്പ് നിറഞ്ഞ വെളുപ്പാങ്കാലത്ത് ഒരു പുതിയ സമ്മാനങ്ങളുമായി 2 പേർ ബോർഡിങ്ങിലേക്ക് വന്നു. അത് നീരജയുടെ അമ്മയും അച്ഛനുമായിരുന്നു. ബർത്ത്ഡേ സമ്മാനമായി ഒരു വലിയ കേക്കും പിന്നെ കുറേയേറെ കുഞ്ഞുടുപ്പുകളുമായി വന്ന അവരെ കണ്ടപ്പോൾ തന്നെ ദുർഗയുടെ മനസ്സ് നിറഞ്ഞു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്റെ ഉറ്റ കൂട്ടുകാരെ ചേർത്ത് നിർത്താൻ നീരജ മറന്നിട്ടില്ല. അവൾ കേക്ക് കട്ട് ചെയ്ത് ആദ്യം കൊടുത്തത് ദുർഗയ്ക്കായിരുന്നു. പിന്നീടാണ് അമ്മയും അച്ഛനും പോലും. അന്നൊരു ആഘോഷ ദിവസമായിരുന്നു. അന്നത്തെ ദിവസം നീരജയുമായി അമ്മയും അച്ഛനും 7 ദിവസത്തേക്ക് തണുത്തുപറച്ച് ഹിമാലയത്തിലേക്ക് പോയി. തിരിച്ചു വന്ന് ദുർഗയുടെ കഥകൾ പറയുമ്പോൾ 12 വയസ്സുകാരിയായ ദുർഗയുടെ മനസ്സിലും ഒരു മോഹം ഉദിച്ചു. തന്റെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഒരു ദിവസം അവൾ പറഞ്ഞ ആ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം. അവൾ ചെയ്ത പോലെ മഞ്ഞുകൾ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കണം. അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ആ ഒരു ദിവസത്തിനായി. തന്റെ പിറന്നാൾ ദിവസം ആയപ്പോൾ തന്നെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്മയും അച്ഛനെയും കാത്തിരിക്കുന്ന ദുർഗയ്ക്ക് കൂട്ടായി നീരജയും കൂടി. പക്ഷേ വൈകുന്നേരമായിട്ട് പോലും ആരും വന്നില്ല. ആ 12 വയസ്സുകാരിയുടെ മനസ്സ് അന്നു മുതൽ ഒറ്റപ്പെട്ടു തുടങ്ങിയതാണ്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടപ്പോഴാണ് ദുർഗ അവളുടെ കഴിഞ്ഞുപോയ ചിന്തയിൽ നിന്നും ഉണരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ തലതോർത്തി പുറത്തേക്കിറങ്ങി. മന്ദാകിനിയുടെ സാന്നിധ്യം അവിടെയെങ്ങും ഇല്ല എന്ന് ഉറപ്പുവരുത്തി അവൾ അകത്തേക്ക് നടന്നു. അവൾ ചുറ്റും നോക്കി. വീടിനകത്തും പുറത്തും എവിടെയും മന്ദാകിനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.